ഹായ് മഗൾസ്, നിങ്ങൾ ഇത്തവണ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്യൂഷന് പോകുന്നവരായിക്കോട്ടെ പോകാത്തവരായിക്കോട്ടെ, ഓൺലൈൻ ക്ലാസ് കാണുന്നവരോ കാണാത്തവരോ ആയിക്കോട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നത് മാത്രമല്ല, ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്നെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കെങ്കിലും ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഓണം എക്സാം ആണ് വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനും ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് സ്കൂളിൽ ഫിസിക്സ് 3ാമത്തെ പാഠമല്ലടാ, ആ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, ആ പാഠം നിങ്ങൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യുക. രണ്ടാമതൊരു കാര്യം കൂടി, അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഫിസിക്സിൽ ചാപ്റ്റർ ഏതാ, 1 ആണോ 2 ആണോ 3 ആണോ, അതും കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഗൈസ്, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഫിസിക്സിൽ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ ഫോക്കസ് ഏരിയസ് ഏതൊക്കെ പാഠത്തിനാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്, ഓരോ പാഠത്തിനും നിങ്ങൾ ഏത് ഹെഡിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എവിടുന്നാ കിട്ടുക, പ്രാക്ടീസ് ചെയ്യാൻ ചോദ്യം എവിടുന്നാ കിട്ടുക, അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ എല്ലാ കാര്യവും ഞാൻ പറയും. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ കാര്യം, ചാപ്റ്റേഴ്സ്. 10ാം ക്ലാസ് ഫിസിക്സ് ഓണം എക്സാമിന് ഏതൊക്കെ പാഠം പഠിക്കണം? 1ാമത്തെ പാഠം മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, രണ്ടും വേണം. 3ാമത്തെ പാഠം കൂടി പഠിക്കണം. സാറേ, 3ാമത്തെ പാഠം മുഴുവൻ പഠിക്കണോ? വേണ്ടടാ. 3ാമത്തെ പാഠത്തിൽ തുടക്ക ഭാഗങ്ങളുണ്ടാവും. ഏതുവരെ? ശരിക്കും എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും മിനിമം എന്തുവരെ നോക്കണം അറിയോ? അതിലുണ്ടാവും ഒരു വൈദ്യുത കാന്തിക സ്പെക്ട്രം, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രകീർണം, വൈദ്യുത കാന്തിക സ്പെക്ട്രം. അതുവരെയെങ്കിലും മിനിമം നോക്കി പോകണം എന്നാണ്. ശരിക്കും നിങ്ങൾ സ്കൂളിൽ എവിടെയാണോ 3ാമത്തെ പാഠം എടുത്തത് അതുവരെ എന്തായാലും പഠിച്ചു പോകണം. പക്ഷെ നിങ്ങൾ വിചാരിക്കും, അയ്യോ സാറേ അതൊക്കെ എടുക്കണോ, ഞങ്ങളെ സ്കൂളിൽ അത് എത്തിയില്ല. അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നിങ്ങളെ സ്കൂളിൽ അവിടെ എത്തിയിട്ടുണ്ടോ എത്തിയില്ല എന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക. 3ാമത്തെ പാഠത്തിന്റെ തുടക്ക ഭാഗത്തും കൂടി പഠിക്കണം എന്നാണ് കേരള സർക്കാർ പറയുന്നത്. അവിടുന്ന് ഒരു ചോദ്യം ഇടോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും 3ാമത്തെ പാഠത്തിന്റെ തുടക്ക ഭാഗം അവർ പറയുന്നുണ്ട് സിലബസിൽ. സോ ഗൈസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 1ാമത്തെ പാഠമൊക്കെ, 2ാമത്തെ പാഠമൊക്കെ, 3ാമത്തെ പാഠത്തിന്റെ തുടക്ക ഭാഗം. അപ്പോൾ ചില ആൾക്കാർ പറയും, സാറേ ആ 3ാമത്തെ പാഠം നോക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണം? ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. ഇപ്പൊ പാഠത്തിന്റെ പേരുകളും എവിടെയൊക്കെ വരുന്ന ഏറെക്കുറെ ധാരണ കിട്ടിയില്ലേ? 3ാമത്തെ പാഠത്തിൽ മാക്സിമം ഞാൻ പറഞ്ഞൊരു പ്രകീർണം, അല്ലെങ്കിൽ ഏതാടാ ഏതൊരു നെട്ടിക്കണ്ടായിരുന്നു, വൈദ്യുത കാന്തിക സ്പെക്ട്രം, അതുവരെയൊക്കെ എന്തായാലും ഒന്ന് വായിച്ചു പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ്. 3ാമത്തെ പാഠം എല്ലാം കൂടി പഠിക്കണോ, ഫുള്ള് പഠിക്കണോ? വേണ്ട. പോയിന്റ് നമ്പർ 1 ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ കാര്യം, നമ്മൾ 1ാമത്തെ പാഠം എടുക്കുക. ഫിസിക്സിൽ 1ാമത്തെ പാഠം സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ. അവിടുന്ന് എക്സാമിന് ഒരു 18 മുതൽ 24 വരെ മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സാറേ, മൊത്തം എക്സാമിന് എത്ര മാർക്കാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക? 40 മാർക്കിനാണ് ഫിസിക്സ് എക്സാം ഉണ്ടാകുക. 40 മാർക്കിന് നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ടെങ്കിൽ 36 മാർക്ക് വേണം. ഈ 36 അല്ലെങ്കിൽ 40 മാർക്കിൽ 18 മുതൽ 24 വരെ മാർക്കിന് നമ്മൾ ഏത് പാഠം ചോദ്യം ചോദിക്കാം? 1ാമത്തെ പാഠം ചോദ്യം ചോദിക്കാം. സെറ്റ് അല്ലേ? ഇനി 2ാമത്തെ പാഠത്തിന്റെ പേരെന്താ? ലെൻസസ്. അതിനും സെയിം ഇമ്പോർട്ടൻസാ. ഈ പാഠം ഏറെക്കുറെ 18 മുതൽ 24 വരെ മാർക്കിന് ചോദ്യം ചോദിക്കാം. അപ്പോൾ ചില ആൾക്കാർ പറയും, സാറേ ഇതിന്ന് 20 ആണെങ്കിൽ 40 ആയില്ലേ, അപ്പം തന്നെ ആയില്ലേ, അപ്പോൾ 3ാമത്തെ പാഠം ആയില്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് 40 മാർക്കുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുക. ഒരു 49 അല്ലെങ്കിൽ 47 മാർക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, ഒരു 49 മാർക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. കാരണം എന്താ? 3 ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 അല്ലെങ്കിൽ 4 ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം, മാർക്ക് കുറച്ച് കൂടുതലുള്ള സാധനങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. സോ വീണ്ടും ഞാൻ പറയുന്നതാ, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, ബുദ്ധിപരമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, സെക്കൻഡ് ചാപ്റ്റർ നല്ല അന്തസ്സായിട്ട് പിന്നെയും പഠിക്കുക. ഇതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസാ. എന്നിട്ട് 3rd ചാപ്റ്റർ സമയം ഉണ്ടെങ്കിൽ 3rd ചാപ്റ്റർ നോക്കുക. നിങ്ങൾ സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം 3rd ചാപ്റ്റർ നോക്കുക. ഈ 3rd ചാപ്റ്ററിന് എത്ര മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ്? 0 മുതൽ 5 മാർക്ക് വരെ. 0 മുതൽ 5 മാർക്ക് വരെ. എന്താ സാറേ 0 എന്ന് പറയാൻ കാരണം? ചിലപ്പം ചോദിക്കൂല, ഭാഗ്യം ഉണ്ടെങ്കിൽ ഇല്ല, അങ്ങനെ വെക്കും. 0 മുതൽ മാക്സിമം പോയാൽ 5-6 മാർക്ക് വരെയൊക്കെയാണ് ഈ പാഠം ചോദിക്കാൻ ചാൻസ്. അപ്പോൾ ചില ആൾക്കാർ പറയാ, സർ ബുദ്ധിപരമായ നീക്കം, 3ാമത്തെ പാഠം എനിക്ക് തീരെ അറിയില്ല, എനിക്ക് പേടിയാണ്. ഈ 2 പാഠം ഒരു സെറ്റ് ആണെങ്കിൽ തന്നെ ഒരു ഫുൾ A+ കിട്ടും, ഡോണ്ട് വറി. സോ ഞാൻ വീണ്ടും പറയാണ്ടാ, ഈ 2 പാഠം നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് നിങ്ങളെ 3rd ചാപ്റ്ററിൽ നിങ്ങൾക്ക് സ്കൂളിൽ എവിടെ വരെയാണ് എടുത്തത് അവിടെ വരെ ഒന്ന് വായിച്ചു പോവുക, അവസാനം മാത്രം. ആ പാഠത്തിന് ആദ്യം തന്നെ പോയിട്ട് പഠിക്കാനിരിക്കരുത്. റെഡി അല്ലേ? അതാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന ഗുണപാഠം. ഇനി അടുത്ത കാര്യം, സാറേ എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ്? സാറേ നിങ്ങളെ പുതിയ പാറ്റേൺ, നിങ്ങൾ പുതിയ ഓണം എക്സാമിന്റെ ടൈപ്പ് ഒരു പാറ്റേൺ, നിങ്ങൾ പണ്ടത്തെ മാതിരി 1 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും 6 ഉത്തരം എഴുതുക, ഒന്ന് വെറുതെ അല്ല. പുതിയ പാറ്റേൺ കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച്, അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ ഇനിയും ക്വസ്റ്റ്യൻ പാറ്റേൺ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഞാൻ ഇതിനു നമ്പർ തരും. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് 4 സെക്ഷൻ ഉണ്ടാകുക. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, പിന്നെ എന്താണ് സെക്ഷൻ D. അങ്ങനെ 4 സെക്ഷൻ ആയിരിക്കും നിങ്ങൾ എക്സാം എടുക്കുക.
ആദ്യത്തെ സെഷനിൽ മൊത്തം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും, പിന്നെ മൊത്തം 2 മാർക്കിൻ്റെത്, പിന്നെ മൊത്തം 3 മാർക്കിൻ്റെത്, പിന്നെ മൊത്തം 4 മാർക്കിൻ്റെത്. സുഹൃത്തുക്കൾ, ഇങ്ങനെയാണ് പരിപാടി. ഒന്നാമത്തതിൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എഴുതണം. ഇപ്പം വന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഇപ്പം നമ്മൾ SCERTയുടെ ഒരു സ്റ്റേറ്റ് എന്തോ ഒരു കൗൺസിൽ പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അത് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് അസസ്മെൻറ്റ് കൗൺസിൽ പ്രകാരമുള്ള റിപ്പോർട്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കിനുള്ള എല്ലാ ചോദ്യങ്ങളും എഴുതണം. കഴിഞ്ഞ കൊല്ലമൊന്നും അങ്ങനെയല്ല. ഇനി 6-7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 6 മാത്രം എഴുതിയാൽ മതി. ഇനി ഇപ്പം അങ്ങനെയല്ല, എല്ലാം എഴുതണം. 2 മാർക്കിൻ്റെ ഇതിലൊക്കെ ഉണ്ട് ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിൻ്റെ ഇതിലും ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്കിൻ്റെ ഇതിലും ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തേൽ എന്തില്ല? ചോയ്സ് ഇല്ല. സോ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. സോ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത്തവണ A+ കിട്ടുള്ളൂ എന്നാണ് സാരം. സോ നന്നായിട്ട് മെനക്കെടണം. സോ ഈ വീഡിയോ എന്നാണോ പുറത്തിറങ്ങുന്നത് അന്ന് മുതലെങ്കിലും മെനക്കെട്ടിരുന്ന് പഠിച്ചോ. അത് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തുതരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും. സോ സ്റ്റെപ്പ് നമ്പർ 1 ഞാൻ പറഞ്ഞ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ഇനി അടുത്തത് ഫോക്കസ് ഏരിയ. സാർ ഓരോ പാഠത്തിലും ഞങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന ഭാഗം നിർബന്ധമായിട്ടും പഠിക്കണം, ഈ ഭാഗം നോക്കാണ്ട് പോയാൽ നിങ്ങൾ ചത്ത് എന്ന് പറയുന്ന ഹെഡിങ് ഉണ്ടോന്ന് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് ഞാൻ ഫോക്കസ് ഏരിയ പറയാൻ പോണത്. ഇതെങ്ങാനും നോക്കാണ്ട് നിങ്ങൾ ഓണം എക്സാമിന് പോകുന്നവരാണെങ്കിൽ, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൻ്റെ മക്കളാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം, പണി പാളും. ഞാൻ ഈ പറയുന്ന ഫോക്കസ് ഏരിയ നിർബന്ധമായിട്ട് നോക്കിക്കോ. ഒന്നാമത്തെ പാഠം നമുക്ക് സൗണ്ട് വേവ്സ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 5 എണ്ണം. ഇത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ തീർന്ന് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ പറയില്ലേ, അതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. സുഹൃത്തുക്കളെ നോക്കിയോളി. ഒന്നാമത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി വേവ്. ഒരു തരംഗത്തിന്റെ സവിശേഷതകൾ. ഒരു തരംഗം അങ്ങോട്ട് തരും, ഒരു ചിത്രം, റായു 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 ഇങ്ങനെ ചിത്രം തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഇതിന്റെ ആവൃത്തി എത്ര, ആയതി എത്ര, അങ്ങനെ എത്ര, ഇങ്ങനെ എത്ര. ആ ടൈപ്പ് ചോദ്യങ്ങളാണ് തരംഗങ്ങളുടെ സവിശേഷതകൾ. അതൊക്കെ നമ്മൾ എജുബോർഡ് ഡിസ്കസ് ചെയ്യും. ബൈ ദ വേ എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ആ ടൈപ്പ് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു തരംഗം തന്ന ഫ്രീക്വൻസി എങ്ങനെ കണ്ടെത്തുക, പീഡ് എങ്ങനെ കണ്ടെത്തുക, വേഗം എങ്ങനെ കണ്ടെത്തുക ടൈപ്പ് ചോദ്യങ്ങൾ. രണ്ടാമത്തത് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം. ലോഞ്ചിറ്റ്യൂഡൽ വേവും ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ആ ഒരു വേവ് കണ്ടാൽ അതെങ്ങനെ, അത് ഏത് വേവ് ആണെന്ന് മനസ്സിലാക്കുക. എക്സാമ്പിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വേവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. സോ ഈ 2 തരംഗങ്ങൾക്ക് തമ്മിലുള്ള എക്സാമ്പിൾ പഠിച്ചേക്കുക. മൂന്നാമത്തെ എന്താടാ, എക്കോയിൽ ദൂരം കാണാനുള്ള പ്രോബ്ലം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, ഒരു കപ്പൽ ഇങ്ങനെ പോവുകയാണ്, അത് കടലിൻ്റെ അടിക്ക് ഒരു സോണാർ സൗണ്ട് ഇട്ട് അത് തിരിച്ചു വന്ന് ആ കടലിൻ്റെ അടിക്കുള്ള ദൂരം എത്ര, അങ്ങനെ ചോദ്യമില്ലടാ. എക്കോ വെച്ചുള്ള പ്രതിധ്വനി വെച്ചുള്ള പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിക്കണം. സാർ അടുത്തെന്താണ്, റെസണൻസ് ഫിഗർ ആൻഡ് എക്സാമ്പിൾ. അനുനാദവുമായി ബന്ധപ്പെട്ട ചിത്രം. ആ ചിത്രം തന്നിട്ട് ഇതിൽ എപ്പോഴാണ് അനുനാദാവുക സാർ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ, ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ അല്ലേ അത്. പിന്നെ ഒന്ന് അൾട്രാസോണിക് സൗണ്ടുകളുടെ ഉപയോഗം. ഇതൊക്കെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഏരിയ. സാർ ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ എന്ന് ആരെങ്കിലും ചോദിച്ചു വന്ന ദേവസേന വിരലുകൾ 5, കൈകൾ ഇങ്ങനെ അടി. ഇതാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഹെഡിങ്. ഇത് പഠിക്കാതെ പോയാൽ ഞങ്ങൾ തീർന്ന്. ഇത് പഠിക്കാതെ പോവാന്ന് പറഞ്ഞാൽ ഓൻ ക്വസ്റ്റ്യൻ പേപ്പർ സമ്പ്രദായത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യ. സോ ഇത് പഠിച്ചാൽ തന്നെ ഞങ്ങൾ സെറ്റ്. സാർ ഒന്നാമത്തെ പാഠത്തിലെ ഫോക്കസ് ഏരിയ സെറ്റ്. രണ്ടാമത്തെ പാഠത്തിൽ ഏതാ മാഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ എന്ന് ദേ കിടന്നോ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുന്നടാ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് പറഞ്ഞ സമയത്ത് മാക്സിമം വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെല്ലാവരും പഠിക്കട്ടെ. നമുക്ക് ഓണം എക്സാം തൂഫാനാക്കണം, ക്ലാസ്സിലെ ടോപ്പർ ആവണം, സ്കൂൾ ടീച്ചറുടെ മുമ്പിൽ മെയിൻ ആവണം. അതാണ് നമ്മളെ പോളിസി അല്ലേ. സുഹൃത്തുക്കളെ നോക്കട്ടെ, രണ്ടാമത്തെ പാഠത്തിൻ്റെ ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡിങ്ങൾ ഏതൊക്കെയാണ്. 1, ഡ്രോ എ റേ ഡയഗ്രാം. പൊന്നു മക്കളെ ഉറപ്പിച്ചോ, ഡ്രോ എ റേ ഡയഗ്രാം. ഒരു റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്കറിയാം കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസിൽ അവിടെ വെച്ചാൽ എന്താ, ഇവിടെ വെച്ചാൽ എന്താ, അപ്പുറത്ത് വെച്ചാൽ എന്താ. ആ ബെറ്റ്വീൻ F ആൻഡ് C ഇല്ല, അല്ലെങ്കിൽ ബെറ്റ്വീൻ F ആൻഡ് 2F, F-നും 2F-നും ഇടയിൽ വെച്ചാൽ ഇവിടെ കിട്ടുക. അങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കാൻ നിർബന്ധമായിട്ടും പഠിക്കണം. അതിൽ ഏതെങ്കിലും ഒരു ചിത്രം ഉറപ്പായിട്ടും ചോദിക്കും. കോൺവെക്സോ അല്ലെങ്കിൽ കോൺകേവോ ഒരു ചിത്രം എന്തായാലും ചോദിക്കും. രണ്ടാമത്തെ എന്താ, എൻ്റെ ഇപ്പുറത്തെ ചിലപ്പോൾ 2 ചോദിച്ചാൽ തന്നെ സന്തോഷം. ഫൈൻഡ് F ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എന്താ ഫൈൻഡ് F എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള ലെൻസ് സമവാക്യം UVF ഇത് കാണാനുള്ള പ്രോബ്ലം പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ ഫോക്കസ് ദൂരം കാണാൻ, വസ്തുവിലേക്കുള്ള ദൂരം കാണാൻ, U കാണാൻ, V കാണാൻ, അതിൽ ഏതെങ്കിലും ഒന്ന് കാണാനുള്ള ഒരു ടൈപ്പ് ചോദ്യം നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. പിന്നെ എന്താ അടുത്തത്, മാഗ്നിഫിക്കേഷൻ, ആവർത്തനം കാണാനുള്ള ചോദ്യം. അല്ലെങ്കിൽ എന്താ, ആവർത്തനം തന്നിട്ട് ആ ആവർത്തനവുമായി ഉപയോഗിച്ചിട്ട് ഫോട്ടോന്റെ പ്രത്യേകതകൾ, പ്രതിബിംബത്തിന്റെ ഇമേജിന്റെ പ്രത്യേകതകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. അതും കാണാൻ വേണ്ടി നിർബന്ധമായിട്ടും പഠിക്കണം. സാർ അടുത്തെന്താ, പവർ, ലെൻസിന്റെ പവറുമായി ബന്ധപ്പെട്ട ചോദ്യം. പിന്നെ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസം. ഒബ്ജക്റ്റീവ് ലെൻസിനാണോ IPS-നാണോ ഫോക്കസ് ദൂരം കൂടുതൽ, അങ്ങനെ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അല്ലടാ. എന്തുകൊണ്ടാണ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കാൻ പാടില്ലാത്തത്, ആ ടൈപ്പ് ചോദ്യങ്ങളും കൂടി അവിടെ നോക്കണം. ഇതാണ് ആ പാഠത്തിലെ ഫോക്കസ് ഏരിയ. ഇത് നിർബന്ധമായിട്ട് നോക്കണേ. അപ്പോൾ ചില ആൾക്കാർ പറയാം മാഷേ ഇതൊക്കെ ഞങ്ങളെ സഹായിക്കും. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഫിസിക്സിന്റെ മാഷാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അമേദി. സാർ അടുത്തത് 3-ാമത്തെ പാഠം. ഞാൻ പറയല്ലേ 3-ാമത്തെ പാഠത്തിൽ ചിലപ്പം ചോദിക്കാം, ചിലപ്പോൾ 0 to 5 അല്ലെങ്കിൽ 6 വരെ മാർക്ക് വരെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയയാണ് സുഹൃത്തുക്കളെ ഏത്, കാഴ്ചയും വർണ്ണങ്ങളുടെ. ഇത് വീണ്ടും ആ പടം തന്നെ വന്ന് സുഹൃത്തുക്കളെ വീണ്ടും മോയെ ബാക്കോട്ടായി പോയി, എന്നാലും കുഴപ്പമില്ല. വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. ഈ പടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-ാമത്തെ ഫോക്കസ് ഏരിയയാണ് ഡിസ്പേർഷൻ, പ്രകീർണനം.
ആ ഒരു റേ ഡയഗ്രം ഇല്ലടാ, ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് വന്നാൽ താഴെ ഏതാ കിട്ടുക, മേലെ ഏതാ കിട്ടുക, അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ അതും കൂടി നോക്കണം. ഏത് മറ്റൊരു സംഭവം ഉണ്ട്, വൈദ്യുത കാന്തിക സ്പെക്ട്രം, തരംഗദൈർഘ്യം കൂടുതൽ കുറവേത്, ചൂടാവുന്നത് ഏതെന്നൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. സോ പ്രകീർണനവും അതേമാതിരി വൈദ്യുത കാന്തിക സ്പെക്ട്രം കൂടി നോക്കിയാൽ സന്തോഷം. അതിൽ മോസ്റ്റ് ഡേഞ്ചറസ്ലി ഹെഡിങ് ഏതാണ്? പ്രകീർണനാണ്. ഇതാണ് ഫോക്കസ് ഏരിയ. സാറേ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഇത് എന്തായാലും പഠിക്കണം, അതാണ് അതിനർത്ഥം. അല്ല ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമെന്നുള്ള ചോദ്യം ഞാൻ നിരോധിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാറേ ഞങ്ങൾക്ക് ഇതേമാതിരത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ? ഓ കിട്ടുമോടാ. ഞങ്ങൾക്ക് ശരിക്കും എജുപോർട്ടലില്ലേ, ഞാൻ ഒരു ഫിസിക്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഈസി ഫിസിക്സ് പറഞ്ഞിട്ടുള്ള. അതിൽ ഓൾറെഡി ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്ന കുറച്ച് കുട്ടികളായിരുന്നു ആദ്യം ജോയിൻ ചെയ്ത്. പിന്നെ അതിലിങ്ങനെ ഓരോരുത്തർ ജോയിൻ ചെയ്ത് ഇപ്പോൾ കണ്ടോ ഏറെക്കുറെ 5K ഫോളോവേഴ്സൊക്കെ ആയിട്ട് നമ്മളെ ഗ്രൂപ്പിലുണ്ട്. പാവം നമ്മൾ കേരളത്തിലുള്ള ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാടാ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമും ആയിക്കോട്ടെ, നിങ്ങൾ ആ ടീം, ആ ചാനൽ കാണുന്ന ആൾക്കാർ, ഈ ചാനൽ കാണുന്ന ആൾക്കാർ, നമ്മൾ അത്തരക്കാരിലടാ. നമ്മൾ സ്നേഹനിധിയായ മക്കളാണ്. സോ ഗൈസ്, വെൽക്കം ടു ഈ കമ്മ്യൂണിറ്റി. ഓക്കെ അല്ലേ? അല്ല നിങ്ങൾ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം. ഓൾറെഡി നമ്മൾ ഇതിൽ അയച്ചിട്ടുണ്ട് കണ്ടോ, SLC മോഡൽ ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻസ്, ഓണ പരീക്ഷന്റെ പാഠഭാഗങ്ങൾ, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടോ. കുറേ എണ്ണം ലവ് അടിച്ചിട്ടുണ്ട്, ലൈക്ക് അടിച്ചിട്ടുണ്ട്, നോ പ്രോബ്ലം. ആ കമ്മ്യൂണിറ്റി നമ്മൾ ഓൾറെഡി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി ഓരോ ഞാൻ പഠിത്തം എന്നും ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ. ചില സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ മിഡ് ടേം എക്സാമിൻ്റെ ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടിട്ട് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിൻ്റെയും ഓരോ സെൻറ്ററത്തെ മാഷ്മാരെടുക്കുന്ന നോട്ടുകൾ ഇതൊക്കെ കിട്ടണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക. അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഞാൻ അപ്പുറത്തെ സ്ലൈഡിൽ കൊടുക്കുക. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. വിളിക്കരുത് ഞാൻ പ്രത്യേകം പറയുന്നു, മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആ നമ്പറിൽ സാറേ ക്ലാസ് 10 എന്ന് മാത്രം അടിച്ചാൽ മതി, ബാക്കി ഞാൻ തരാം. ഓക്കെ അല്ലേ? അല്ലാതെ ദയവേത് വിളിക്കരുത്, വിളിച്ച് ഞാൻ ബ്ലോക്ക് ആക്കും, പാവം ഞാൻ. ഓക്കെ അല്ലേ? സോ അതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ ആഗ്രഹം, സാറേ 1 ഷോട്ട് റിവിഷൻ വേണം, ഓരോ പാർട്ടിൻ്റെയും റിവിഷൻ വേണം. ഓ നോ പ്രോബ്ലം. ഫോക്കസ് ഏരിയകൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വേണം. അങ്ങനെയാണെങ്കിൽ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക. വെറും ക്ലാസ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഞാൻ പിന്നെയും പറയുകയാണേ, അലങ്കോലമാക്കരുത്, അലമ്പ് കാണിക്കരുത്, മെസ്സേജ് മാത്രം അയക്കുക. ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇനി അതുപോലെ നിങ്ങൾക്കൊരു ആഗ്രഹം, സാറേ ക്വസ്റ്റ്യൻ കുറച്ച് ടഫാകാൻ പോവാണ്, മിക്കവാറും പൊന്നുമക്കൾ നിങ്ങൾ മനസ്സിലാക്കണം, പാറ്റേൺ വേറെ ലെവലാകാൻ പോവുക. ഫിസിക്സ് നിങ്ങളെ ഭയപ്പെടുത്താൻ ഒന്നാമത്തെ പാഠം തന്നെ ധാരാളം. അപ്പം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണ് ഇന്ന് മുതലെങ്കിലും നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. സാറേ ഇന്ന് മുതലെങ്കിലും എനിക്ക് നന്നാവണം. അപ്പോൾ ചില ആൾക്കാർ വരയ്ക്കും, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ട്യൂഷന് പോയി ചേർന്നൊരു കാര്യമില്ലല്ലോ, കാരണം ട്യൂഷനിലൊക്കെ നേരത്തെ ക്ലാസ് തുടങ്ങിയില്ലേ. ഡോൺ വെറി ഗൈസ്, എജുപോർട്ടിൽ അങ്ങനെ നേരം വൈകി വരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. കാരണം ഞങ്ങൾ മുതലാളിമാരായ ആൾക്കാരൊക്കെ, ഞാനായിക്കോട്ടെ, അജാസ്ക് ആയിക്കോട്ടെ, അശൽ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മുതലേ ഉടായ്പകൾ ഞങ്ങൾക്കും അറിയാം. പാവം നമ്മൾ ഇതേമാതിരി ക്ലാസ്സിലൊക്കെ നേരം വൈകി വരുന്ന ബാക്ക് ബെഞ്ച് ടീംസൊക്കെയാണ്. സോ ഗൈസ്, ഞങ്ങൾക്ക് നിങ്ങളെ പൾസ് അറിയാം. അതുകൊണ്ട് തന്നെ എജുപോർട്ടിൽ ഓരോ തിങ്കളാഴ്ചയും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓരോ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് എന്നാണോ പഠിക്കാൻ മൂഡ് വരുന്നത്, വാ തിങ്കളാഴ്ച അവിടുത്തെ ക്ലാസ് ഉണ്ട്. ഓക്കെ അല്ലേ? വെൽക്കം ടു എജുപോർട്ട്. ഒരു വർഷത്തേക്കുള്ള ആകത്തെ ഫീസ് 3500 രൂപ മാത്രം. 3500 രൂപ മാത്രം. സോ വെൽക്കം ടു എജുപോർട്ട്. അങ്ങനെ വരിക. ഇനി അതല്ല, എജുപോർട്ടിൻ്റെ ക്ലാസ്സുകളൊക്കെ ലൈവുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ താഴെ കമ്മ്യൂണിറ്റി ഉണ്ടാവും. താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിലും കൂടി ജോയിൻ ചെയ്യുക. സോ വീണ്ടും പറയുന്നത്, നന്നായിട്ട് പഠിക്കുക. ഓണം എക്സാം തകർത്തടച്ച് പൊളിച്ചടക്കി പഠിക്കുക. നല്ലോണം നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തൊട്ട് മുമ്പത്തെ നമ്പറിൽ മെസ്സേജ് അയക്കുക. അതിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മെറ്റീരിയൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും. സെറ്റ് അല്ലേ? സോ വൺസ് അഗെയിൻ, സ്കൂളിൽ എവിടെ എത്തി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും. വീഡിയോ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സീ യു, ബൈ.